എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദേഷ്യം പലപ്പോഴും ഒരു നിമിഷത്തെ ആവേശമാണ്. പക്ഷേ അത് വരുത്തിവെക്കുന്ന നഷ്ടങ്ങൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കാം. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മൾ ദേഷ്യം കൊണ്ടുണ്ടാക്കുന്ന മുറിവുകൾ ഒരിക്കലും മായ്ക്കുവാനാകില്ല എന്ന് ആചാര്യ ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാധാരണക്കാരനായ ഒരു യുവാവിൽ നിന്ന് അഖണ്ഡ ഭാരതത്തിന്റെ ചക്രവർത്തിയായി ചന്ദ്രഗുപ്ത മൗര്യനെ മാറ്റിയെടുക്കുന്നതിൽ ചാണക്യന്റെ ഈ പാഠങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സ്വന്തം ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും ആ ഊർജത്തെ എങ്ങനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കാമെന്നും ചാണക്യൻ പഠിപ്പിച്ചു തന്ന 5 സുപ്രധാന നിയമങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പണ്ട് ഒരു സായാഹ്നത്തിൽ ആശ്രമത്തിന്റെ പിന്നിലെ നദീതീരത്ത് ആചാര്യ ചാണക്യനും ചന്ദ്രഗുപ്തനും ഇരിക്കുകയായിരുന്നു. എന്നാൽ ചന്ദ്രഗുപ്തന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഒടുവിൽ അവൻ പറഞ്ഞു, ഗുരുദേവ, യുദ്ധഭൂമിയിൽ എനിക്ക് ശത്രുക്കളെ തോൽപ്പിക്കുവാൻ കഴിയും. പക്ഷേ എന്റെ ഉള്ളിലെ ദേഷ്യത്തെ എനിക്ക് തോൽപ്പിക്കുവാൻ കഴിയുന്നില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ പൊട്ടിത്തെറിക്കുന്നു. പിന്നീട് എനിക്ക് പശ്ചാത്താപം തോന്നാറുണ്ട്. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോകുന്നു. ചാണക്യൻ അവനെ ആശ്രമത്തിന്റെ പിന്നിലെ ഒരു പഴയ മതിലിനടുത്തേക്ക് കൊണ്ടുപോയി. ഒരു കൂടവും കുറെ ആണികളും നൽകിയിട്ട് പറഞ്ഞു, ഇനി മുതൽ നിനക്ക് എപ്പോൾ ദേഷ്യം വന്നാലും ഈ മതിലിൽ ഓരോ ആണി അടിച്ചു കയറ്റുക. ആദ്യ ദിവസങ്ങളിൽ ചന്ദ്രഗുപ്തൻ ഒരുപാട് ആണികൾ തടച്ചു. എന്നാൽ ആണി അടിക്കുവാൻ പോകേണ്ടി വരുന്ന കഷ്ടപ്പാടോർത്തപ്പോൾ പതുക്കെ അവൻ ദേഷ്യം നിയന്ത്രിക്കുവാൻ പഠിച്ചു. ഒടുവിൽ ഒരു ദിവസം ഒരാണി പോലും അടിക്കേണ്ടി വന്നില്ല. അപ്പോൾ ചാണക്യൻ പറഞ്ഞു, ഇനി ഓരോ ദിവസവും ദേഷ്യം വരാത്തപ്പോൾ ഓരോ ആണി വീതം പിഴുതു മാറ്റുക. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മതിലിലെ എല്ലാ ആണികളും നീക്കം ചെയ്യപ്പെട്ടു. ചാണക്യൻ ആ മതിൽ അവനെ കാണിച്ചു ചോദിച്ചു, ചന്ദ്രഗുപ്ത, നീ എന്താണ് കാണുന്നത്? അവൻ പറഞ്ഞു, ആണികൾ പോയി, പക്ഷെ ആ മതിൽ നിറയെ പാടുകളാണ്. ചാണക്യൻ പറഞ്ഞു, ഇത് തന്നെയാണ് ദേഷ്യത്തിന്റെ സത്യം. ദേഷ്യത്തിൽ നീ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കും. പിന്നീട് നീ എത്ര മാപ്പ് പറഞ്ഞാലും ആ പാടുകൾ അവിടെ തന്നെ അവശേഷിക്കും. സ്വയം നിയന്ത്രിക്കുന്നവനാണ് ലോകത്തെ നിയന്ത്രിക്കുവാൻ യോഗ്യൻ. ഒന്നാമത്തെ നിയമമായി അദ്ദേഹം പറഞ്ഞത് ഇതാണ്, മനസ്സിനെ ശാന്തമാക്കുക. ചലിക്കുന്ന വെള്ളത്തിൽ നിഴൽ കാണാൻ കഴിയില്ല. അതുപോലെ ദേഷ്യം നിങ്ങളുടെ ബുദ്ധിയെ മറയ്ക്കുന്നു. ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കരുത്. ഇതെങ്ങനെ നടപ്പിലാക്കാം? ദേഷ്യം വരുമ്പോൾ 10 വരെ എണ്ണുക. ദീർഘമായി ശ്വസിക്കുക. ആ സ്ഥലത്ത് നിന്ന് അല്പനേരം മാറി നിൽക്കുവാൻ ശ്രമിക്കുക. രണ്ടാമതായി, വാക്കുകളിൽ നിയന്ത്രണം വെക്കുക എന്നുള്ളതാണ്. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ മൂർച്ചയുള്ള വാളുകൾ പോലെയാണ്. മാപ്പ് ചോദിച്ചാലും ആ വാക്കുകൾ വരുത്തിയ മുറിവ് ഉണങ്ങില്ല. ഇത് നടപ്പിലാക്കുന്നതിന് പറയുന്നതിന് മുമ്പൊന്ന് ചിന്തിക്കുക. ദേഷ്യം മാറിയതിനു ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം പറയുക. മൂന്നാമതായുള്ള നിയമം, വ്യക്തിയേക്കാൾ പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ നിശബ്ദനായിരിക്കുക എന്നത് ബലഹീനതയല്ല, മറിച്ച് വലിയ ശക്തിയാണ്. പ്രശ്നം വ്യക്തിയുടേതാണോ അതോ സാഹചര്യത്തിൻ്റെതാണോ എന്ന് ചിന്തിക്കുക. പ്രതികാരം ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും വിജയത്തിലൂടെയും അവർക്ക് മറുപടി നൽകുക. നാലാമതായുള്ള നിയമം, ദേഷ്യത്തെ ഒരു ഊർജമായി മാറ്റുക എന്നുള്ളതാണ്. ദേഷ്യം ഒരു വലിയ ശക്തിയാണ്. അതിനെ നശീകരണത്തിന് ഉപയോഗിക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു ഇന്ധനമാക്കി മാറ്റുക. ഇതെങ്ങനെ നടപ്പിലാക്കാം? ആരെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ ദേഷ്യം ഉപയോഗിച്ച് അത് സാധിച്ചു കാണിക്കുവാനുള്ള വാശി വളർത്തുക എന്നുള്ളതാണ്. അഞ്ചാമതായി, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുക. ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായിരിക്കും. ശാന്തമായ മനസ്സിന് മാത്രമേ ശരിയായ വഴി കാണിച്ചു തരാൻ സാധിക്കൂ. ഇത് നടപ്പിലാക്കുന്നതിന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. എല്ലാ വശങ്ങളും ചിന്തിച്ച് മാത്രം പ്രതികരിക്കുക. ദേഷ്യം കൊണ്ട് വരുത്തുന്ന 5 വലിയ നഷ്ടങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമതായി, മാനസിക അശാന്തിയാണ്. ഇത് നമ്മളുടെ മനസ്സിലെ സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാക്കുന്നു. രണ്ടാമതായി, ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുന്നു. സുഹൃത്തുക്കളും കുടുംബവും നിങ്ങളിൽ നിന്ന് അകലാൻ ഇത് കാരണമാകും. മൂന്നാമതായി, ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ഉറക്കമില്ലായ്മ എന്നിവയിലേക്കൊക്കെ നയിക്കാം. നാലാമതായി, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ആവേശം മൂലം എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതം തന്നെ നശിപ്പിച്ചേക്കാം. അഞ്ചാമതായി, ബഹുമാനം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. എപ്പോഴും ദേഷ്യപ്പെടുന്ന വ്യക്തിയെ ആരും ഗൗരവമായി എടുക്കുകയില്ല. ചുരുക്കത്തിൽ, ദേഷ്യം നിങ്ങളുടെ അടിമയായിരിക്കണം. നിങ്ങൾ ദേഷ്യത്തിന്റെ അടിമയാകരുത്. സ്വയം വിജയിക്കുന്നവനാണ് യഥാർത്ഥ വീരൻ. ചുരുക്കത്തിൽ, ദേഷ്യം ഒരു വിനാശകാരിയോ അതോ ചാലക ശക്തിയോ? ആചാര്യ ചാണക്യന്റെ പാഠങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. അദ്ദേഹം ഒരിക്കലും വികാരങ്ങളെ പൂർണ്ണമായി അടിച്ചമർത്തുവാൻ പറയുന്നില്ല. പകരം അവയെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത്.
ദേഷ്യം എന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ തീയാണ്. ആ തീ നിയന്ത്രണ വിധേയമാണെങ്കിൽ അത് നിങ്ങളെ ഇരുട്ടിൽ വഴി കാണിക്കുന്ന വെളിച്ചമായോ ഭക്ഷണം പാകം ചെയ്യുന്ന ചൂടായോ ഉപകരിക്കും. എന്നാൽ നിയന്ത്രണം വിട്ടാൽ അത് നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ള സർവ്വതിനെയും ഭസ്മമാക്കുന്ന കാട്ടുതീയായി മാറും. സ്വയം നിയന്ത്രിക്കുന്നവന്റെ അധികാരം. ചന്ദ്രഗുപ്തനെ പോലെയുള്ള ഒരു പോരാളിക്ക് ശത്രുക്കളെ കീഴടക്കുവാൻ ശാരീരികമായ കരുത്ത് മാത്രം പോരായിരുന്നു. തന്റെ ഉള്ളിലെ വികാരങ്ങളെ, പ്രത്യേകിച്ച് ദേഷ്യത്തെ മെരുക്കുവാനുള്ള കഴിവാണ് അവനെ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനാക്കിയത്. ഒരാൾക്ക് ലോകത്തെ മുഴുവൻ കീഴടക്കുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അയാൾ തന്റെ ദേശത്തിന് മുന്നിൽ തോറ്റുപോയിന്നുണ്ടെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ഒരു അടിമയാണ്. ദേഷ്യം വരുമ്പോൾ എന്ത് പറയണം, എന്ത് പറയരുത് എന്ന് തീരുമാനിക്കുവാനുള്ള വിവേകം നഷ്ടപ്പെടുത്തുന്നവൻ തന്റെ ശത്രുക്കൾക്ക് നിസ്സാരമായി തോൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു ഇരയായി മാറുന്നു. ദേഷ്യത്തിന്റെ പാടുകൾ ഒരിക്കലും മായുന്നില്ല. മുന്നേ സൂചിപ്പിച്ച ഒരു ആണി അടിച്ച മതിലിന്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വാക്കുകളുടെ മൂർച്ചയെക്കുറിച്ചാണ്. ദേഷ്യം വരുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഓരോ വാക്കും മറ്റൊരാളുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന ആണിയാണ്. പിന്നീട് സമാധാനമാകുമ്പോൾ നമ്മൾ മാപ്പ് ചോദിച്ചേക്കാം. പക്ഷേ ആ മാപ്പപേക്ഷ ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായ മുറിവിനെ ഇല്ലാതാക്കുന്നില്ല. ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുവാൻ വർഷങ്ങൾ വേണം. എന്നാൽ ദേഷ്യത്തിൽ പറയുന്ന ഒരു വാക്ക് മതി ആ വർഷങ്ങളുടെ അധ്വാനത്തെ തകർക്കുവാൻ. അതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത്, ദേഷ്യത്തിൽ നിശബ്ദനായിരിക്കുക എന്നത് ഒരു തന്ത്രമല്ല, അതൊരു വലിയ കരുത്താണ്. ദേഷ്യത്തെ വിജയത്തിലേക്കുള്ള ഊർജ്ജമാക്കുക. ചാണക്യനീതി പ്രകാരം ദേഷ്യം വരുമ്പോൾ അത് മറ്റുള്ളവരെ തളർത്തുവാനല്ല, പകരം സ്വയം വളർത്തുവാനാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ആരെങ്കിലും അപമാനിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം അവരോട് തർക്കിക്കാൻ ചെലവാക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു ഇന്ധനമാക്കി മാറ്റുക. നിങ്ങളുടെ വിജയം നിങ്ങളുടെ ശത്രുവിനുള്ള ഏറ്റവും വലിയ മറുപടിയായിരിക്കണം. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ശ്രമിക്കുന്നവയാണ്. അവരുടെ ചിരിച്ചുകൊണ്ട് ശാന്തത പാലിക്കുന്നത് അവരെ കൂടുതൽ തളർത്തും. യഥാർത്ഥ വീരൻ ആരാണ് ശരിക്കും? മറ്റൊരാളുടെ രക്തം ചിന്തിയോ അധികാരം പിടിച്ചടക്കിയോ നേടുന്ന വിജയങ്ങൾ താൽക്കാലികമാണ്. എന്നാൽ സ്വന്തം മനസ്സിനെ കീഴടക്കി വികാരങ്ങളുടെ വേലിയേറ്റങ്ങളിൽ പതരാതെ നിൽക്കുന്നവനാണ് യഥാർത്ഥ വീരൻ. ദേഷ്യം നിങ്ങളുടെ അടിമയാകുമ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നു. നിങ്ങൾ ദേഷ്യത്തിന്റെ അടിമയാകുമ്പോൾ സാഹചര്യങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ചാണക്യന്റെ ഈ ഉപദേശം എന്നും ഓർക്കുക. ബുദ്ധിമാൻ ദേഷ്യത്തെ തന്റെ ആയുധമാക്കുന്നു, വിഡ്ഢി ദേഷ്യത്തിന് ആയുധമാകുന്നു. ജീവിതത്തിലെ വലിയ യുദ്ധങ്ങൾ ജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ പോരാട്ടങ്ങളിൽ നിങ്ങൾ വിജയിക്കേണ്ടതുണ്ട്. ശാന്തമായ മനസ്സിന് മാത്രമേ വ്യക്തമായ കാഴ്ചപ്പാടും ശരിയായ തീരുമാനങ്ങളും എടുക്കുവാൻ കഴിയൂ. ആ ശാന്തതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി.